നമ്മുടെ ചെമ്പരത്തിയുടെ സയന്റിഫിക് നെയിം ആണെന്നാണ് പറയുന്നത്. ഞാൻ ഈ പേര് പറയാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പൊ ചെമ്പരത്തിയാണെന്ന് അറിഞ്ഞപ്പോൾ അതിനോടൊരു പ്രത്യേക അടുപ്പം തോന്നുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ക്രിയേറ്റീവ് ഹെഡ് ശ്രീ KS മനുവാണ്. അദ്ദേഹവുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ക്രിയേറ്റീവ് ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് തിരക്കഥാകൃത്തിനെ തന്നെയാണോ? അതെ, ഇവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് മേഖലകളാണുള്ളത്. ഒന്ന് ആനിമേഷൻ, അതിലാണ് ഞങ്ങൾക്ക് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പേരും ഞങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വന്നിട്ടുള്ളത് ആനിമേഷനിലാണ്. പിന്നുള്ളത് വെബ് കണ്ടൻറ്റ്, പിന്നെ ഞങ്ങളുടെ അല്ലാതുള്ള കണ്ടൻറ് ക്രിയേഷൻ. അപ്പോൾ ഈ മൂന്നിനും കണ്ടൻറ്റ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ക്രിയേറ്റീവ് കണ്ടൻറ് ഡിവിഷൻ്റെ ജോലി. ഇപ്പോൾ അനിമേഷൻ ആകുമ്പോൾ സ്ക്രിപ്റ്റ് ആവും, വെബിനാവുമ്പം മൾട്ടിമീഡിയയ്ക്കും ഒക്കെ അതിനാവശ്യമുള്ള സ്ക്രിപ്റ്റ്. അപ്പോൾ അല്ലാതെയുള്ള കണ്ടൻറ് ക്രിയേഷൻസ് വരുമ്പോൾ അല്ലാതെയുള്ള കണ്ടൻറ്റ്. ഇതിൻ്റെ മുമ്പിൽ കുട്ടികൾ അടങ്ങി നോക്കിയിരിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ TV-യിലൊക്കെ കാണിക്കുന്ന പ്രോഗ്രാമുകൾ കുട്ടികൾ നോക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും കൗതുകം ഉണ്ടാവണം. തിയേറ്ററിനുള്ളിൽ അടച്ചിട്ടിട്ട് കാണിക്കുന്നത് പോലെ അല്ലല്ലോ, വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യമുള്ളപ്പോൾ കാണുന്നത്. എങ്ങനെയാണ് കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ വെച്ചാൽ ഞാനൊരു അധ്യാപകനായിരുന്നു. ഞാൻ 6 വർഷം ഗാന്ധിജി സർവകലാശാലയുടെ ജേർണലിസം വകുപ്പിലെ അധ്യാപകനായിരുന്നു. അപ്പോഴാണ് അനിയൻ്റെ ഈ സംരംഭം തുടങ്ങിയപ്പോൾ ഞാനത് സൈൻ ചെയ്തിട്ട് ഞാൻ ഹിബിസ്കസിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ വന്നതിന് ശേഷമാണ് ഒരു ക്രിയേറ്റീവ് കണ്ടൻറ് ഡിവിഷൻ തുടങ്ങുന്നത്. അപ്പോൾ കണ്ടൻറ്റിന് ആവശ്യമായ പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അങ്ങനെയാണ് മഞ്ചാടി പൂപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എവല്യൂഷൻ വരുന്നത്. അപ്പോൾ കുട്ടികളുമായിട്ടുള്ള ഒരു സംവാദം ആദ്യമേ തന്നെ ഉണ്ട്. കുട്ടികളുടെ റൈറ്റിംഗ്, ചിൽഡ്രൻസ് റൈറ്റിംഗ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് സ്ക്രിപ്റ്റിംഗ്, ഇതിലൊക്കെ ഒരുപക്ഷെ ഞാൻ വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് എൻ്റെ എൻട്രി. ഞാനിവിടെ നമുക്ക് വേറെ പല കണ്ടൻറ്റും ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ വരുന്നത്. പക്ഷേ നമുക്ക് ആ സമയത്ത് നമ്മുടെ നീഡ് ഈ അനിമേഷനിലേക്ക് കമ്പനി പോവുകയും അപ്പോൾ അതിനാവശ്യമായ കണ്ടൻറ്റ് എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റ്, കുട്ടികൾക്ക് ആവശ്യമായ കുട്ടികളുടെ പ്രോഗ്രാംസ്, ചിൽഡ്രൻസ് പ്രോഗ്രാംസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ യാദൃച്ഛികമായിട്ടാണ് ഈ കുട്ടികൾക്ക് വേണ്ടി എഴുതി തുടങ്ങുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അവരുടെ ഭാഷ ഒരുപക്ഷെ കുട്ടികളുമായിട്ട് കഴിഞ്ഞ 6 വർഷമായി അതിനു മുമ്പ് സംവദിച്ചതുകൊണ്ടായിരിക്കണം അതിനകത്ത് എന്തോ ഇഴുകിച്ചേർന്നത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നല്ല മലയാളം വളരെ ലളിതമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അതും കൂടെ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ പ്രോഡക്റ്റ്സിലൊന്നും തന്നെ മഞ്ചാടിയിലായാലും പൂപ്പിയിലായാലും കാത്തുവിലായാലും അതിലെ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നത് വളരെ ഒരു കുട്ടികൾക്ക് അപ്പുറമുള്ളൊരു ഭാഷയല്ല. ഒബ്ജക്ഷണബിളായിട്ട് ഏതൊരു വാക്ക് അതിനകത്തുണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റും വളരെ പർപ്പസായിട്ട്. കഥകൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? കഥകൾ മഞ്ചാടിയെ സംബന്ധിച്ചെല്ലാം അതെല്ലാം റീറ്റെല്ലിംഗ് ആണ്. അതായത് ഓൾറെഡി ഉള്ള കഥകൾ, നാടൻ കഥകൾ നമ്മൾ റീറ്റെല്ലിംഗ് മാത്രമാണ്. അപ്പം നമുക്ക് കഥകൾ കണ്ടെത്താൻ അതിൽ സെലക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ കാത്തുവും പൂപ്പിയൊക്കെ തന്നെ നമ്മുടെ ഓൺ ക്രിയേഷൻസാണ്. ഞാൻ ആദ്യം പൂപ്പി എഴുതുമ്പം ഇങ്ങനെയല്ല, വേറൊരു രീതിയിലാണ് പൂപ്പി എഴുതുന്നത്. പക്ഷേ പിന്നെ ഞങ്ങളുടെ ഇവിടെ ഇതിനകത്തുള്ള ഇൻഹൗസ് ഡിസ്കഷൻസിൻ്റെ ഭാഗമായാണ് പൂപ്പി നമ്മളിങ്ങനെ കൊണ്ടുവരുന്നത്. അതിനൊരു ഒബ്ജക്റ്റീവ് വന്നു, ഒരു സയൻസ് കണ്ടൻറ് ആവണം, പോപ്പുലർ സയൻസിൻ്റെ ഒരു വക്താവാണ് പൂപ്പി എന്ന് പറയാം. എന്നാണ് ഒരു റിയൽ ഫിലിം ചെയ്യാൻ പോകുന്നത്, ഈ ആനിമേഷൻ ഫിലിം? അല്ല, അത് ഒരുപക്ഷെ ഒരു ആനിമേഷൻ സ്റ്റുഡിയോസ് വെച്ചൊരു സ്വപ്നമാണ് ഇന്ത്യയിൽ. നമ്മുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് കാത്തു എന്ന് പറയുന്ന ഒരുപക്ഷെ നമ്മുടെ സിനിമയിലേക്കുള്ള പ്രയാണത്തിൻ്റെ ആദ്യത്തെ പടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങളത് ഒരു ഷോർട്ട് ഫിലിം പോലെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കാരണം മഞ്ചാടിയെല്ലാം സെഗ്മെൻറ്റഡ് ആണ്. ഓരോ കഥകളുണ്ട്, ഇതിലും ഓരോ കഥകളുണ്ട്. പക്ഷേ ഇതിലെല്ലാം കൂടെ ചെയ്യുന്ന ഒരു ത്രെഡുണ്ട്, കണക്ട് ചെയ്യുന്ന ത്രെഡുണ്ട്. അത് എൻറ്റയർലി ഒരു ടോട്ടാലിറ്റി ഈസ് എ ഫിലിം. ഹിബിസ്കസിന് കിട്ടിയ ഏറ്റവും വലിയ ട്രെയിനിങ് 5 മിനിറ്റിലുള്ള ഒരു കഥ പറയാൻ ഞങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. കുട്ടികളെ പിടിച്ചിരുത്താനും അതാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ കഥ എങ്ങനെ പറയാം എന്ന് വളരെ നന്നായി ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വലിയ ക്യാൻവസിലേക്ക് നമുക്ക് ചിന്തിക്കാൻ സമയമായി. അതിനുള്ള ക്യാപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്.